ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഡേറ്റ് ഒക്ടോബർ 20. ഇതുവരെയും ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഒരു ബുള്ളിഷ് വേ ആണ് എനിക്കുള്ളത്. ഓക്കെ, എൻ്റെ ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഇന്ന് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് 58,000 ലെവലിൻ്റെ അടുത്താണ്. ഇന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ബ്രേക്ക്ഔട്ട് നടത്തി ആൻഡ് ഓൾ ടൈം ഹൈ നമുക്കറിയാം 88-ലാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലെവലിൽ നിന്ന് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ റൗണ്ട് നമ്പറാണ്, സൈക്കോളജിക്കൽ നമ്പറാണ്, ഓൾ ടൈം ഹൈ ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു വീക്ക്നെസ് ഒക്കെ കാണുവാണെങ്കിൽ ഒരു ഷാർപ്പ് സെല്ലിങ് വരാം, റൈറ്റ്. അപ്പോൾ ഒരു നല്ല രീതിയിൽ ഒരു പ്രൈസ് ആക്ഷൻ ഫോർമേഷൻ ഒക്കെ നടത്തിയിട്ട് മാത്രമേ ഒരു ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ ട്രേഡേഴ്സ്, സോ ബാങ്ക് നിഫ്റ്റി എനിക്ക് തോന്നുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി കുറച്ച് സമയം 58,000 മുകളിൽ നിന്നു, പിന്നെ ഒരു വീക്ക്നെസ് ഒക്കെ കാണിച്ച് പിന്നെ ഒന്ന് താഴോട്ട് പോയി, പിന്നെ അഗെയിൻ മാർക്കറ്റ് വീണ്ടും തിരിച്ച് അതിൻ്റെ മുകളിൽ വന്ന് 58,000 മുകളിൽ വന്ന് ഒരു ക്ലോസിങ് നടത്തിയിട്ടുണ്ട്. സോ അതൊരു സൈനാണ് മാർക്കറ്റ് അഗെയിൻ ബയേഴ്സിൻ്റെ കൺട്രോളിലാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്യാൻഡിൽ ക്ലോസിങ് നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റും. ഞാൻ യൂസ് ചെയ്യുന്ന ഈ 3 മിനിറ്റ് ടൈം ഫ്രെയിമിൽ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഞാനൊരു ട്രേഡ് പ്ലാൻ ചെയ്യുവാണ്. ബാങ്ക് നിഫ്റ്റി കോൾ ഓപ്ഷൻ. ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. സോ ഇതാണ് റീസൺ, വളരെ സിമ്പിൾ ആയിട്ടുള്ള റീസൺ. ആൻഡ് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, റൈറ്റ്. അപ്പോൾ ഓവറോൾ ഞാൻ എന്തായാലും മാർക്കറ്റിൽ നിന്ന് വന്ന സമയത്തിന് ഒരു ബുള്ളിഷ് വ്യൂ തന്നെയാണ് എടുക്കാൻ പ്ലാൻ ചെയ്തത്. ബട്ട് ഇനീഷ്യൽ മൂവ്മെൻറ്റ് ഒന്ന് കൺഫ്യൂസ്ഡ് ചെയ്തു, അതുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്തിരുന്നത്. പിന്നെ അഗെയിൻ 58,000 ലെവൽ താഴെ വന്നു, വീണ്ടും അതിൻ്റെ മുകളിലോട്ട് ക്ലോസ് ചെയ്ത സമയത്താണ് ഞാൻ ഒരു ട്രേഡ് പ്ലാൻ ചെയ്തത്. അപ്പം ഇത് എൻ്റെ ജസ്റ്റ് ഒരു വ്യൂ ആണ്. എപ്പോഴും നമ്മുടെ വ്യൂ റോങ് ആവാം. അപ്പം അതിലൊന്നും യാതൊരു ഈഗോൻ്റെ ആവശ്യമില്ല. മാർക്കറ്റ് സുപ്രീമാണ്. ഓക്കെ, അപ്പോൾ ഇൻ കേസ് മാർക്കറ്റ് ഡേ ലോൻ്റെ താഴെ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ലോസ് ബുക്ക് ചെയ്യും. ഇതാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് പോയിന്റ്. ഡേ ഹൈ ആണ് എൻ്റെ ടാർഗറ്റ് പോയിന്റ്, റൈറ്റ്. പ്രീമിയത്തിലും അതിനനുസരിച്ചിട്ട് ഒരു 80 to 100 പോയിന്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സെയിം സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ട്രേഡ് എടുത്തിട്ടുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പോൾ ട്രേഡ് എടുത്തിട്ട് കുറച്ച് സമയമായി. ചെറിയൊരു പ്രോഫിറ്റ് ഇപ്പോൾ റണ്ണിങ്ങിലാണ്, റൈറ്റ്. അതിൻ്റെ താഴെ ഒരു 1-2 പൊസിഷൻ ഇവിടെ കാണാം. അത് ജസ്റ്റ് ഒരു വീഡിയോ പർപ്പസിന് വേണ്ടി, ഫയേഴ്സിൻ്റെ സ്മാർട്ട് ഓർഡറിൻ്റെ പറ്റി ഒരു വീഡിയോ പർപ്പസിന് വേണ്ടി എടുത്ത ഒരു ട്രേഡാണ്. ഇതാണ് മെയിൻ ട്രേഡ്. അപ്പോൾ ചെറിയ പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്, സ്റ്റിൽ ഹോൾഡ് ചെയ്യുവാണ്. മാർക്കറ്റിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരു മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട്, റൈറ്റ്. പിന്നെ ഈ ഒരു റേഞ്ച് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധ്യതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് വേസിനുള്ള പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ബ്രേക്ക്ഔട്ട് നടത്തിയിട്ട് ഹൈൻ്റെ അവിടെ നിന്ന് സമയത്ത് തന്നെ മേ ബി ഒരു 60+ പോയിന്റ് ഈസിലി നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ചെറിയൊരു ബ്രേക്ക്ഔട്ട് കിട്ടുവാണെങ്കിൽ തന്നെ ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, സോ നമ്മുടെ ടാർഗറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഡേ ഹൈ എൻട്രി എടുത്തിട്ട് നല്ല ആ ഒരു ഡയറക്ഷനോട് തന്നെയാണ് മൂവ്മെൻറ്റ് നടത്തിയിരുന്നത്. സോ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ഇവിടുന്ന് ബുക്ക് ചെയ്യുവാണ്. നിയർലി ഒരു 90+ പോയിന്റിൻ്റെ അടുത്ത്. ഇപ്പോൾ ഡേ ഹൈ ആണ് എൻ്റെ ടാർഗറ്റ്. ഞാൻ പറഞ്ഞത് എക്സാക്ട്ലി ആ ഒരു പോയിന്റിൽ തന്നെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്, റൈറ്റ്. മേ ബി ഒന്ന് ബ്രേക്ക്ഔട്ട് നടക്കുകയാണെങ്കിൽ നല്ലതായിരുന്നേനെ. ബട്ട് സ്റ്റിൽ ആ ഒരു സൈഡ് വൈസ് സ്ട്രക്ചറാണ് കാണുന്നത്. നിഫ്റ്റി ഓൾസോ സ്ട്രോങ് ആണ്. ഓക്കെ, സോ ഫൈൻ. എനിവേ ഞാൻ ആ ഒരു എക്സ്പെക്ട് ചെയ്തൊരു ടാർഗറ്റ് എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നാളെയും നെക്സ്റ്റ് 2 days അല്ലേ, ഹോളിഡേ ആണ്. സോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, ഹോളിഡേ എൻജോയ് ചെയ്യുക. അതാണ് ഇപ്പോൾ എൻ്റെ റൈറ്റ് പ്ലാന്. സോ അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുവാണ്. നിയർലി ഒരു 80+ പോയിന്റ് പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും എൻട്രി എടുത്തത് നല്ലൊരു എൻട്രി ആയിരുന്നു. ഒരു പ്രോപ്പർ എൻട്രി തന്നെയാണ്. എൻട്രി എടുത്തത് 50,000 മുകളിൽ 58,000 മുകളിൽ വന്ന സമയത്താണ് ഡേ ഹൈ ടാർഗറ്റ് ആയിട്ട് വെച്ചു. ഓക്കെ, സോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സൂപ്പർ ബൈ, താങ്ക് യു.